ഈ ബിഗ് ജോക്സ് അണ്ണൻ്റെ കിളി പോയെന്ന് എനിക്ക് തോന്നുന്നത്. നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കഴിഞ്ഞ ആഴ്ച അവിടെ കിടന്ന് അഴിഞ്ഞാടി ആറാടി. ഈ ആറാടിയത് കൊണ്ട് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്നിട്ട് കൊടുത്ത കോൾ എന്ന് പറഞ്ഞാൽ മണി വീക്ക വരുന്നത്, നിനക്ക് മണിയിൽ തൊടാൻ പറ്റില്ല, പണപ്പെട്ടിയിൽ എന്നാ പറഞ്ഞാൽ നിനക്ക് മണിയിൽ തൊടാൻ പറ്റില്ല എന്ന് നമുക്കൊന്ന് ഉദ്ദേശിക്കാം. പക്ഷേ ഇവൻ വന്ന് എല്ലാ മണിയും എടുക്കുന്നുണ്ട്, എല്ലാ മണിയും അക്ബറിന് പിറകെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നു, നെവിൻ ഈ തവണ എടുത്ത പൈസ അവർക്കാണ് കൂട്ടിക്കുന്നത്, പിന്നെ എന്തിനാണ് അവന് പണിഷ്മെന്റ്? അക്ബറെ ഞാൻ നിനക്കെല്ലാം എടുത്ത് തരുന്നു, വെളിയിൽ ഇറങ്ങുമ്പോൾ പപ്പാതി, നിനക്ക് പതി എനിക്ക് പതി എന്നൊരു ഡീൽ ഉണ്ടാക്കിയാൽ പോരെ. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താണെന്നൊരു ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പിലും കൂടെ പിടിച്ച് ഞെക്ക് വെച്ച് കൊടുക്കുക. കൂടുതൽ എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെവിൻ കഴിഞ്ഞ ഒരാഴ്ച 3 ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു. നെവിൻ്റെ ക്യാപ്റ്റൻസിയിൽ വളരെ ശോചനീയം, പരാജയം, പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. ഇങ്ങനെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നു, ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ബെഡിൽ മൊത്തം വെള്ളം കോരി ഒഴിക്കുന്നു. ഇങ്ങനെ വളരെ ഇത്രേ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളൂ. ഈ നിസ്സാര തെറ്റിന് പുള്ളിക്കാരന് ഒരു ചെറിയ പണിഷ്മെന്റ് കൊടുത്തു. മണി വീക്കാണ് വരുന്നത്, നിനക്ക് മണിയിൽ തൊടാൻ പറ്റില്ല, മണി ബോക്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് മണിയിൽ തൊടാൻ പറ്റില്ലെന്ന് നമ്മളങ്ങ് അവഹേളിച്ച് വെക്കുകയാണ്. തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പേ ബോസ് അണ്ണൻ അനൗൺസും ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ മണി മൊത്തത്തിൽ പറഞ്ഞു കേട്ടോ. നെവിന് ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ടാസ്ക് എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കും, കുറേ ചെക്കുകളോ പൈസ എന്തോ വന്ന് വീഴും. ഈ പൈസ എല്ലാം കൂടെ പെറുക്കണം. ഇത് എത്രയെന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടിപ്പെറുക്കി കുഴിച്ച് നോക്കി കഴിയുമ്പോഴത്തേന് എത്ര പേർക്ക് കിട്ടിയോ അത് പേർക്ക് കിട്ടും. ആ കിട്ടുന്ന പൈസ വിന്നറിന്റെ പൈസ എന്ന് കട്ടാം. അതെന്തൊരു തോന്നിയ ദിവസം വന്നത്. 50 ലക്ഷം രൂപ വിന്നറിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഈ കളിക്കുന്നത്. എന്നിട്ട് വിന്നറിന്റെ പൈസ എടുത്ത് ബാക്കി എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നത്. അപ്പം പിന്നെ അവൻ എന്തിനാണ് വിന്നറാവാൻ കളിക്കുന്നത്? എന്തിനാണ് അവനൊരുത്തൻ? വിന്നറിന് 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് അവിടെ വരെ കളിച്ച് ജയിക്കും. നിങ്ങളതിന് വേറെ സ്പോൺസറെ കണ്ടുപിടിക്കണം. അല്ലാതെ ഒരുത്തൻ വിന്നർ 50 ലക്ഷം രൂപ കിട്ടി വിന്നറാകും, അല്ലെങ്കിൽ വിന്നറിന് 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് നമ്മളൊരു സംഭവം ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൊടുത്തിട്ട് പിന്നെ വിന്നറിൻ്റെ അടുത്ത് നമ്മൾ പിടിക്കും കേട്ടോ. എന്താണിത്? ഇതൊരുമാതിരി പണ്ട് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുന്ന ഏർപ്പാടായി പോയല്ലോ. അത് പോട്ട്, അതൊരു വലിയ പിഴവ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പിഴവ്, നെവിൻ ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നെവിൻ ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവൻ 2-3 ചെക്ക് എടുത്തിട്ട് പോയി. 2-3 ഇതുപോലെ 300 സംതിങ്ങോ 100 എത്ര രൂപ എടുത്തിട്ട് പോയി. ബിഗ് ബോസ് എന്നിട്ട് എന്നോട് ചോദിക്കുക, നെവിൻ അത് ആർക്കാണ് താങ്കൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവന് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ എടുക്കാൻ പറ്റരുത്, അവനത് എടുക്കരുത്. അല്ലാതെ അവനത് എടുക്കാം കേട്ടോ. അവനെടുത്തിട്ട് ബാക്കി ഉള്ള ആർക്കാന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം അതെങ്ങനെയാണ് ഫെയർ ആകുന്നത്? ബാക്കിയുള്ള ഒരാൾക്ക് കിട്ടേണ്ട ഒരു സാധനത്തിന് അവനെടുത്തിട്ട് അവന് തോന്നുന്നത് വീതിച്ചു കൊടുക്കുന്നു. അവന് കിട്ടിയ പൈസ മൊത്തം അവൻ അക്ബറിനാണ് കൂടുതൽ കൊടുക്കുന്നത്. അക്ബറിന് കൊടുത്തിട്ട്, അക്ബറെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ തന്ന പൈസ നീ തന്നേക്കണേ, അല്ലെങ്കിൽ അതിൽ നിന്ന് പകുതി ഇങ്ങനെ തന്നേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഡീലില്ലേ? ബിഗ് ബോസിന് മൊത്തത്തിൽ കിളിപാറിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ കാണിക്കുന്നത്? അത് കഴിഞ്ഞ് ഒരു ചെക്ക് കൊടുത്തു. ആ ചെക്കും കറക്റ്റ് നെവിന് തന്നെയാണ് കിട്ടുന്നത്. അത് നെവിൻ എടുക്കാൻ പറ്റരുത്. നെവിൻ അത് അക്ബറിന് കൊടുത്തു. ബിഗ് ബോസ് ശരിക്കും ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അവൻ എടുക്കാൻ പറ്റരുതെന്ന് പറഞ്ഞിട്ട് അവൻ എടുക്കാൻ പറ്റും. എടുത്തിട്ട് അവന് ശേഷം എല്ലാം ആർക്കാന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾ നല്ലതാ, നിങ്ങൾ പറ. അതുപോലെ തന്നെ ഈ 50 ലക്ഷം കിട്ടുന്ന വിന്നറിന്റെ കയ്യിൽ നിന്ന് എടുത്ത് വീതിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന സെറ്റപ്പും എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റുകളായിട്ട് പറയൂ. പിന്നെ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അനീഷേട്ടൻ്റെ ലവ് ട്രാക്ക് ഓരോ ദിവസം തോറും ബിൽഡായി വരികയാണ്. അനീഷേട്ടൻ അനുമോൾ കോംബോയ്ക്ക് വലിയൊരു ഉത്തേജനം നൽകുന്ന പോലെ എനിക്ക് ഇതിനകത്ത് തോന്നി. അത് ലാലേട്ടൻ എന്ന് ചോദിച്ചപ്പോഴേ അറിയായിരുന്നു ഈ ആഴ്ച അനുമോളുടെയും അനീഷിൻ്റെയും ലവ് ട്രാക്ക് ആയിരിക്കും അവർ കൂടുതലും പിടിക്കാൻ സാധ്യതയുള്ളതെന്ന്. അത് തന്നെ പിടിക്കുന്നുണ്ട്. കിച്ചണിൽ വെച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്. അനീഷ് അതിനെല്ലാം അങ്ങ് ചിരിച്ച് തള്ളുന്നുണ്ട്. അനീഷിൻ്റെ മനസ്സിലൊരു ക്രഷ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റട്ടെ. ഇനി ഈ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് നെവിനും അക്ബറും ഇരുന്ന് സംസാരിക്കണം. ഈ സംസാരിച്ചതിനകത്ത് നെവിൻ ചോദിക്കുക, ഈടോ ഇത്രയും പറയത്തക്ക തെറ്റ് ഞാൻ ചെയ്തോടാ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അക്ബർ അവിടുന്ന്, ഈ എല്ലാവരും ചെയ്യുന്ന പോലത്തെ തെറ്റ് നീ ചെയ്തോടാ, എല്ലാവരും ചെയ്യുന്ന പോലത്തെ തെറ്റാണോ ചെയ്തേ? ഒരു കാര്യം ചെയ്യുന്നവനെ, നാളെ ഒരു പാൽ പാക്കറ്റ് എടുക്കുക, അക്ബറിന്റെ നെഞ്ചാങ്കൂട് നോക്കി ഒരു എയർ വെച്ച് കൊടുക്കുക. നാളെ കുറെ വെള്ളം എടുക്കുക, അക്ബറിന്റെ ബെഡിൽ മൊത്തം വാരിപ്പറക്കി ഒഴിക്കുക. എല്ലാ കണ്ടസ്റ്റന്റ് ചെയ്യുന്ന പോലത്തെ നിസ്സാര കേസല്ലോ നമ്മൾ ചെയ്തത്. അത് കഴിയുമ്പോൾ തിരിച്ച് ചെയ്യുക. അക്ബർ ഇതേപോലെ തിരിച്ച് നെവിന്റെ നെഞ്ചാങ്കൂട് നോക്കിയിട്ട് പാൽ പാക്കറ്റ് എടുത്ത് എറിഞ്ഞു കൊടുക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുക. അത് എല്ലാവരും ചെയ്യുന്ന നോർമൽ സാധനം.
അയാൾ വീണ് ആശുപത്രിയിൽ അയാൾക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ മരിച്ചു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ, വെറുതെ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ഇവന്മാർ ചോദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവന്മാർക്ക് കുറ്റബോധവും ഇല്ല. എല്ലാ കണ്ടസ്റ്റന്റും ചെയ്യുന്ന ഒരു സാധാരണ കാര്യമാണ് ലാലേട്ടൻ നിന്നെ പെറുക്കി അലക്കേണ്ട കാര്യമില്ലല്ലോ. കോമൺ സാധനം, നാച്ചുറൽ സാധനം. ചുമ്മാ ഞാൻ ഒരു പാൽ പാക്കറ്റ് ഒറ്റ എറിഞ്ഞ് അയാൾ ഹൃദയം വയ്യാത്തവനുണ്ട് ആശുപത്രി. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ, നോർമലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാലാണ് എറിഞ്ഞ് കളിക്കുന്നത്. കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തും. ബൈ.